തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയും. നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുന്ന ബുദ്ധിയെ സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ യുക്തി എന്നൊക്കെ വിളിക്കാറുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ കുഴപ്പം അത് മനുഷ്യൻ്റെ വൈകാരികതയ്ക്ക് വലിയ വില കൊടുക്കില്ല എന്നുള്ളത് മാത്രമാണ്. ബാക്കി നമ്മുടെ സാമാന്യ മനുഷ്യനെ ചിന്തിക്കുന്നതിനപ്പുറം കടന്നു ചിന്തിക്കുന്ന ഒരു സംവിധാനമാണ് നിർമ്മിത ബുദ്ധി. നമുക്ക് ഉള്ള ചില സങ്കീർണമായ അവസ്ഥയ്ക്ക് പോലും ലളിതമായ പരിഹാരം നിർദ്ദേശിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കും. പക്ഷേ നമ്മുടെ സാമാന്യമായ യുക്തിയും അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക തലവും ഒക്കെ പ്രയോജനപ്പെടുത്തേണ്ട പല മേഖലകളിലും ഈ AI കടന്നു വരുന്നതോടുകൂടി മനുഷ്യൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു മനുഷ്യ സ്പർശം എന്ന് പറയുന്ന സാധനം പൂർണ്ണമായി ഇല്ലാണ്ടാവും. ഇപ്പോൾ അത്തരം വെല്ലുവിളികളാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്നതിനെക്കുറിച്ച് ഒരു ടീച്ചറാണ്, തിരുവനന്തപുരത്തോ മറ്റുള്ളൊരു ടീച്ചർ അതിനൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. AI സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ പ്രശ്നം, ഈ ടീച്ചർമാർ നേരിട്ട് പേപ്പർ മൂല്യനിർണ്ണയം നടത്തുമ്പോൾ ആ ടീച്ചർമാർ ആ കുട്ടിയുടെ ഒരു ഗ്രാഹ്യത്തെ കൂടി വിലയിരുത്താം, വെറുതെ മാർക്കിട്ട് പോകുന്നതിനപ്പുറം. അപ്പോൾ ഈ സമാനമായ വെല്ലുവിളിയായിരിക്കും ഇതേപോലുള്ള മറ്റു കാര്യങ്ങളിലും വരും. ഇപ്പോൾ ചില വാർത്തകൾ വരുന്നു, ഈ കോടതി വ്യവഹാരങ്ങളിലും നീതി നിർവഹണം ഉറപ്പാക്കുന്നതിലും ഇനി AI കടന്നു വരികയാണ്. അപ്പോൾ ജഡ്ജ് എന്ന് പറയുന്ന ആളുടെ പ്രാഗൽഭ്യം, അയാളുടെ അനുഭവ സമ്പത്തൊക്കെ ഇനി അപ്രസക്തമാകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ AI എന്ന് പറയുന്നത് പിന്നെ പ്രേമലാലയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വൈകാരികമായ ഒരു സമീപനമൊന്നുമില്ല. ഒരു പിന്നെ എന്താ, നമ്മുടെ ഒരു വൈകാരികമായ തലങ്ങളെ സ്പർശിക്കാതെ പോകുന്ന ഒരു എന്താ പറയുക, ഒരു ഉപകരണം പോലെ പ്രവർത്തിക്കുന്ന ഒരു സാധനം, അതാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇത് കുറേ ഗുണങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മൂല്യനിർണ്ണയമൊക്കെ ടീച്ചർമാരുടെ അഭാവം അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കാരണം വൈകുന്ന മൂല്യനിർണ്ണയങ്ങൾ AI മൂലം ചിലപ്പോൾ പെട്ടെന്ന് അത് പരീക്ഷ ഇപ്പോൾ ഡിഗ്രിയൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ എത്ര നാളിന് ശേഷമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ പഠിച്ചപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ AIയുടെ ഒരു പ്രാധാന്യം ജനജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് പലരും പറയുന്നത്. ഈ കോടതി വ്യവഹാരങ്ങളിൽ നീതി നടപ്പാക്കാൻ അടക്കമുള്ള കാര്യങ്ങളിൽ AIയുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യന്റെ സ്വാർത്ഥതയും അഴിമതിയും പലപ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ കൃത്രിമ ബുദ്ധി, അതായത് AI ഭരണരംഗത്തേക്ക് കടന്നു വരുന്നത് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. പൂർണ്ണമായ AI ഭരണം എന്നത് വിദൂരമായ ഒരു സ്വപ്നമാണെങ്കിലും മനുഷ്യരുടെ വിവേകവും AIയുടെ കാര്യക്ഷമതയും ചേരുന്ന ഒരു ഹൈബ്രിഡ് മോഡൽ ഭാവിയിൽ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകും. അതായത് ഈ വേഗത്തിൽ നീതി നടപ്പാക്കൽ എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രാരംഭഘട്ടമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. വേഗത്തിലുള്ള കോടതി നടപടികൾ, എസ്റ്റോണിയയിൽ ചെറിയ കേസുകൾ തീർപ്പാക്കൽ, AI ജഡ്ജിമാരെ ഉപയോഗിക്കുന്നത് കോടതികളുടെ ഭാരം കുറയ്ക്കാനും സാധാരണക്കാർക്ക് വേഗത്തിൽ നീതി ലഭിക്കാനും സഹായിക്കുന്നു. അഴിമതിരഹിത സർക്കാർ, ചൈനയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ AI സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് അഴിമതി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത് പൊതുപണം ശരിയായ രീതിയിൽ ജനങ്ങളുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കും. ഇനി UAE പോലുള്ള രാജ്യങ്ങളിൽ AI മന്ത്രാലയങ്ങൾ സ്ഥാപിച്ചത് സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. മികച്ച നയങ്ങൾ, വലിയ അളവിലുള്ള ഡാറ്റ വിശകലനം ചെയ്യാൻ AIക്ക് കഴിയും. ഇത് സർക്കാരിന് കൂടുതൽ കൃത്യവും ഫലപ്രദവുമായ നയങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു പുതിയ നികുതി നയം സാധാരണ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അതിൻ്റെ ദീർഘകാല പ്രയോജനങ്ങൾ എന്തായിരിക്കുമെന്നും AIക്ക് പ്രവചിക്കാൻ കഴിയും. എളുപ്പമുള്ള സർക്കാർ സേവനങ്ങൾ, AI ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ നേരിട്ട് പോകാതെ തന്നെ സേവനങ്ങൾ നേടാനും സംശയങ്ങൾ ചോദിച്ചറിയാനും സാധിക്കും. ഇത് സമയം ലാഭിക്കുകയും ഇടനിലക്കാരുടെ ആവശ്യമില്ലാതാക്കുകയും ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ AIക്ക് കഴിയും. ഇത് ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനും ജീവൻ രക്ഷിക്കാനും സഹായിക്കും. ദുരന്തബാധ പ്രദേശങ്ങളിൽ സഹായം എത്തിക്കാൻ AI കൂടുതൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. മാത്രമല്ല, നഗര ആസൂത്രണത്തിലും ഗതാഗത പരിഷ്കരണത്തിലും AI ഉപയോഗിക്കുന്നത് വഴി ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും നഗരജീവിതം കൂടുതൽ സുഗമമാക്കാനും സാധിക്കും. ഓരോ കുട്ടിക്കും അനുയോജ്യമായ പഠന രീതികൾ നിർദ്ദേശിക്കാൻ AIക്ക് സാധിക്കും. ഇത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ സഹായിക്കും.
ആരോഗ്യ ഇൻഷുറൻസ് തട്ടിപ്പുകൾ കണ്ടെത്താനും രോഗനിർണയം വേഗത്തിലാക്കാനും AI ഉപയോഗിക്കാം. ഇത് ചികിത്സാ ചെലവുകൾ കുറയ്ക്കാനും സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാനും സഹായിക്കും. ഈ സാധ്യതകളെല്ലാം AI ഭരണകൂടം ജനങ്ങൾക്ക് കൂടുതൽ നീതിയുക്തവും കാര്യക്ഷമവുമായ ഒരു ഭാവിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. പൂർണ്ണമായ ഭരണം AIക്ക് കൈമാറാൻ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിലും മനുഷ്യന്റെ ദുർബലതകളെ മറികടന്ന് ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കാൻ AIക്ക് ശക്തമായ ഉപകരണമായി മാറാം എന്നതിൽ സംശയമില്ല. ഈ മേഖലകളിലെല്ലാം AI പ്രവർത്തിച്ചാൽ പിന്നെ ഇവിടെ ഉദ്യോഗസ്ഥരുടെയും മനുഷ്യരല്ലേ ആളുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എലോൺ മസ്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വക്താവായിട്ട് ആദ്യം വന്ന ഒരാളാണ് എലോൺ മസ്ക്. പക്ഷെ അദ്ദേഹം തന്നെ ഇതിൻ്റെ ഒരു സാധ്യതകൾ നമ്മൾ അനിയന്ത്രിതമായി ഉപയോഗപ്പെടുത്തിയാൽ വലിയ താമസമില്ലാണ്ട് AI മനുഷ്യനെ കീഴ്പ്പെടുത്തും എന്നുള്ള ഒരു സൂചനകളൊക്കെ അദ്ദേഹം തന്നിരുന്നു. അദ്ദേഹം ആ രംഗത്ത് വളരെ വിദഗ്ധനായതുകൊണ്ട് അതിനെ തള്ളിക്കളയാനും പറ്റില്ല. ഈ AI പോലെയാണ് മറ്റേ രജനീകാന്തിന്റെ സിനിമയിൽ വേറൊരു രജനീകാന്ത് ഒരു റോബോട്ട്, അത് ശങ്കറിന്റെ ബുദ്ധിയിൽ വിരിഞ്ഞതാണ്. അതൊക്കെ നടക്കാനുള്ള സാഹചര്യം കുറവാണ്. പെറ്റ് പെരുകുന്നത് പോലെ കുറെ റോബോട്ടുകളൊക്കെ വരാം. അതൊക്കെ ചുമ്മാ സിനിമ. പക്ഷേ ഇതേപോലെ റോബോട്ടിന്റെ കാര്യം പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു രാജ്യത്ത് എനിക്ക് തോന്നുന്നു ജപ്പാനിലോ ചൈനയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യന്റെ വികാരങ്ങൾ കൂടി കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അത് ഭീകരമായിരിക്കും. ഇപ്പോൾ നമ്മുടെ AIയുടെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ വൈകാരികത ഉൾക്കൊള്ളാത്തതാണ് പ്രശ്നമെങ്കിൽ വലിയ താമസമില്ലാണ്ട് ഈ AI മനുഷ്യ വൈകാരിക തലങ്ങളും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് മനുഷ്യരാശി പിന്നെ ഇല്ല. മനുഷ്യൻ്റെ ആ ഒരു പ്രസക്തി തന്നെ ഇല്ലാണ്ടാകും. മനുഷ്യനെ പല രീതിയിലും ഒരുപക്ഷെ ചിലപ്പോൾ മനുഷ്യനെ ആക്രമിച്ച് കൊല്ലാൻ പോലും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ ചിലപ്പോൾ തുനിഞ്ഞെന്ന് വരിക. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭീകര അവസ്ഥയും കൂടി ഇത് സംബന്ധിച്ച് മുൻപിലുണ്ട്. അപ്പോൾ AI ഒരു പരിധിയല്ല വലിയൊരു ശതമാനം തന്നെ മനുഷ്യൻ്റെ അധ്വാനത്തെ ലഘൂകരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മനുഷ്യൻ്റെ ഈ ബുദ്ധി ഉപയോഗിച്ചുള്ള പരിപാടി ഉണ്ടല്ലോ, ഈ ബൗദ്ധികത എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കും. മറ്റൊരു രസകരമായ സംഗതിയുണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കവിത എഴുതണമെങ്കിൽ പോലും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ ആ വിഷയം മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു വ്യക്തിയെക്കുറിച്ച്, ഇപ്പോൾ ധന്യയെക്കുറിച്ചൊരു കവിത എഴുതണം. ധന്യ അങ്ങനെ ഒരു 10 വിവരണങ്ങൾ കൊടുത്താലും മതി. അത് ഉപയോഗിച്ച് വേണമെങ്കിൽ ഒരു കവിത AI തയ്യാറാക്കി തരും. അല്ലെങ്കിൽ വേണമെങ്കിൽ അതിൽ അത്യാവശ്യം മ്യൂസിക്കൊക്കെ ചേർക്കണമെങ്കിൽ അതൊരു പാട്ടാക്കിയും തരും. അപ്പോൾ മനുഷ്യൻ്റെ അധ്വാനം അല്ലാണ്ട് ലഘൂകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കൃത്യമായ മനുഷ്യൻ തന്നെ ഇടപെടേണ്ട ചില സാഹചര്യത്തിൽ അത് ഒഴിവാക്കപ്പെട്ട് അത് പൂർണ്ണമായും AIക്ക് അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ അപ്പുറം ഉള്ള ചില പ്രത്യാഘാതങ്ങൾ അത് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ എന്തിനാണ് ഈ AI ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത് ആളുകൾ? ഇത്രേ ഉള്ളൂ. അതായത് പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഈ ഒരു ബഗനോട് ഉപമിച്ചല്ലോ. അതായത് മനുഷ്യനെ ജോലി തിന്നുന്ന ബഗൻ എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ അധ്വാനം വല്ലാണ്ട് ലഘൂകരിക്കാൻ നമ്മുടെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ സഹായിക്കും. അപ്പോൾ ഇന്ന് ഏറ്റവും വലിയ ചെലവ്, നമ്മളിപ്പോൾ വ്യവസായാധിഷ്ഠിതമാണല്ലോ കാര്യങ്ങൾ, നമ്മുടെ സമൂഹം മൊത്തത്തിൽ വ്യവസായാധിഷ്ഠിതം. എത്രയും പെട്ടെന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കാം. ഒരു 10 മനുഷ്യൻ ചെയ്യുന്ന ജോലി, 10 അല്ല ഒരു 100 മനുഷ്യൻ ചെയ്യുന്ന ജോലി നിമിഷാർത്ഥം കൊണ്ട് ഒരു AI റോബോട്ട് നിർവഹിക്കുമെങ്കിൽ നമുക്ക് ആദ്യം മുടക്കുന്നൊരു മുടക്കുമുതൽ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനെ ഒരു മാസം ഒരു 10,000 രൂപ ശമ്പളം കൊടുക്കേണ്ട സ്ഥാനത്ത് ഒരു AI റോബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഒരു 10 ലക്ഷം മുടക്കേണ്ടി വന്നേക്കാം. പക്ഷേ ആ ഒരു ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നീട് മാസാമാസം ഈ AI റോബോട്ടിന് ശമ്പളം കൊടുക്കേണ്ടല്ലോ, അവൻ ഇരുന്ന് അങ്ങ് പണിയെടുത്തോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ലാഭം മാത്രം മുന്നിൽ കണ്ട് പിന്നെ ഈ AI റോബോട്ടുകൾക്ക് പ്രായവും ആകത്തില്ല, അതിന് പെൻഷൻ പറ്റേണ്ട പ്രശ്നവും ഇല്ല, പിന്നെ മറ്റേ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുകയും വേണ്ട. അപ്പോൾ ഇങ്ങനെ ലാഭം മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജോലിഭാരം മാത്രം ലഘൂകരിക്കപ്പെടും എന്നുള്ള കണക്കാക്കി മാത്രമാണ് നമ്മൾ AI ആശ്രയിക്കുന്നത്. പക്ഷേ അമിതമായ AI ആശ്രയിക്കൽ അത് 8ന്റെ പണി കിട്ടും, ഗുണത്തെക്കാളൊരു ദോഷം ചെയ്യും, ഉറപ്പാണ്.